സമീപം നദിയിലെ വെള്ളത്തിൽ ഒഴുകിപ്പോയ കാറിൽ കുടുങ്ങിയ 2 കേരള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 3 പേരെ 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി കനത്ത മഴ പെയ്യുന്നു. കനത്ത മഴയെ തുടർന്ന് നദികളിലെ നീരൊഴുക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗൂഡല്ലൂർ വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ രമേശിന്റെ സഹായത്തോടെ കേരളത്തിൽ നിന്നുള്ള 2 വിനോദസഞ്ചാരികളായ ആൻഡ്രൂ തോമസും അരുൺ തോമസും അർദ്ധരാത്രിയിൽ അണ്ണാനഗർ ധർമ്മഗിരി റോഡ് വഴി ഒരു കാറിൽ ഒവേലി പ്രദേശത്തേക്ക് യാത്ര ചെയ്തു. റോഡുകളില്ലാത്തതിനാൽ ആ പ്രദേശത്തെത്തുവാൻ നദി മുറിച്ചു കടക്കണം. രാത്രി 11 മണിയോടെ അവർ ഗൂഡല്ലൂരിലേക്ക് മടങ്ങി. അപ്പോഴാണ് നദിയിൽ പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. കാറ് വെള്ളത്തിൽ ഒലിച്ചുപോയെങ്കിലും അതിനുള്ളിലുണ്ടായിരുന്ന 3 പേർ അതിൽ കയറിയതിനാൽ രക്ഷപ്പെട്ടു. പ്രദേശത്ത് മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതിനാൽ അവർ വളരെ കാലമായി സഹായത്തിനായി കാത്തിരിക്കുകയാണ്. മറ്റുള്ളവർ ഇക്കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 1 മണിയോടെ അഗ്നിശമന സേന സ്ഥലത്തെത്തി. വെള്ളത്തിൽ കുടുങ്ങിയ കാറിൽ ഉണ്ടായിരുന്ന 3 പേരെ രക്ഷിക്കുവാൻ ശ്രമിച്ചു. പുലർച്ചെ 3 മണിയോടെ കാറിൽ കുടുങ്ങിയ 3 പേരെയും രക്ഷപ്പെടുത്തി. ഗൂഡല്ലൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഗോൾഡ് പ്യൂർ ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ.